ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഗിൻതി നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഇതോടുകൂടി നമ്പേഴ്സ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ 1 to 10 വരെ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇനി നമ്മൾ 7 വെച്ചിട്ടാണല്ലേ, നമ്മൾ 6 വരെ പഠിച്ചു കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട്. ഇനി നമ്മൾ 7 മുതലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ 7 എന്നിങ്ങനെ എഴുതിയിട്ടുള്ളത്. 7 എന്താണ് ഹിന്ദിയിൽ പറയുക? സാത്ത് എന്നാണല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കിയാലോ. ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സാത്ത്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ സാ എന്ന് എഴുതുന്നു, പിന്നെ താ എന്ന് എഴുതുന്നു, സാത്ത് അല്ലേ. അപ്പം നമുക്കതെങ്ങനെയാണ് ഹിന്ദിയിൽ നമ്പറായിട്ട് എഴുതാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, ആദ്യം ഇങ്ങനെ റൗണ്ട് ചെയ്യുക, എന്നിട്ട് നേരെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയാണ് സാത്ത് എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ക്ലിയർ ആണല്ലോ, സിമ്പിളാണല്ലേ ഇത് എഴുതാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. നെക്സ്റ്റ് ഏതാണ്? 8. 8 എങ്ങനെ എഴുതും? നമ്മൾ ഇങ്ങനെ എഴുതുന്ന യു ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. യു ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതരുത് കേട്ടോ, അപ്പം നമ്പർ മാറിപ്പോവേ. വേണ്ടാ, ചെരിച്ചിട്ടൊരു വരെടുക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, നമ്മൾ കൊടക്കാലൊക്കെ ഇങ്ങനെ വരക്കാറില്ലേ, അത് നേരെ ചെരിച്ചിട്ടൊന്ന്. അപ്പം ജെ എന്നെ നോക്കിയേ, ജെ എഴുതില്ലേ, നമ്മൾ മിസ് ഒന്നും കൂടി എഴുതി കാണിക്കാം. ഇങ്ങനെയാണ് ജെ എന്ന് എഴുതുക. അത് നേരെ ഇങ്ങനെ എഴുതി നോക്കിയേ. അപ്പോൾ അതെന്തായി? 8. 8ന് എന്താ ഹിന്ദിയിൽ പറയുക? ആർട്ട് എന്നാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആർട്ട് എന്ന് എഴുതാന്നുള്ളത് നോക്കാം. ഓക്കെ, ആ എന്ന് എഴുതാം, പിന്നെ ഠ എന്നുള്ള ചിഹ്നിട്ട് കൊടുക്കണം. ചിഹ്നമല്ല, ലെറ്റർ. ഇങ്ങനെയാണ് എഴുതാം. അപ്പോൾ ആർട്ട് എന്നുള്ളത് നമുക്ക് നമ്പറായിട്ട് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാം. ജെ എന്നുള്ളത് എന്ത് ചെയ്യുക? നേരെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ഇവിടെ ഒന്നും കൂടെ എഴുതി കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് എഴുതുക. ഇത് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ 8 നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് 9 ആണ്. 9 നമ്മൾ 1 ഇടാറില്ലേ, 1 നേരെ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ 1 ഇടാൻ പഠിച്ചത്. അപ്പോൾ 9 ആകുമ്പോഴോ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് പറയുക? നൗ അല്ലേ, നൗ എന്നാണ് പറയുക. അപ്പോൾ നമുക്കത് എഴുതി നോക്കിയാലോ. ന എന്ന് എഴുതുക, എന്നിട്ട് നൗ എന്നാവാനുള്ള ഔവിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. നൗ, ഇങ്ങനെയാണ് നൗ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഈ നമ്പറായിട്ട് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കിയാലോ. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയല്ലേ ഇടാറുള്ളത് അല്ലേ, അത് ചിഹ്നം അങ്ങനെയല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഒരു മിനിറ്റ് മിസ് ഒന്നുകൂടെ കാണിക്കാം. നേരെ ഓപ്പോസിറ്റ് ഇടുക, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ. ക്ലിയർ ആയല്ലോ. ഇനി ബുദ്ധിമുട്ടുള്ളവർ ഇതിന് മുകളിൽ കൂടെ ഒന്ന് എഴുതി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 10 നോക്കാം കേട്ടോ. 10 ലാസ്റ്റ് നമ്പർ അല്ലേ, നമ്മൾ പഠിക്കുന്നതിൽ ലാസ്റ്റ് നമ്പറാണ്. നോക്കിയേ, 10ന് എന്താ പറയുക? ദസ്. ദസ് എന്ന് പറഞ്ഞാൽ 10 ആണല്ലേ. നമുക്ക് നോക്കാം. ദസ് എഴുതുന്നത് ധ എന്ന് എഴുതുന്നു, സ എഴുതുന്നു, ദസ്. ഇതൊക്കെ എല്ലാവരും എഴുതാൻ പഠിക്കണം കേട്ടോ. ദസ്. ഇനി നമ്മൾ അത് നമ്പറായിട്ട് എങ്ങനെ എഴുതും? നമുക്കൊക്കെ 1 എഴുതാൻ അറിയാം അല്ലേ, നമ്മൾ പഠിച്ചു. അപ്പം മിസ് ഇവിടെ 1 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 0 ഇടണം. നമ്മൾ ഇവിടെ കണ്ടോ എങ്ങനെയായിട്ടുള്ളത്? 1 + 0 അല്ലേ. അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ എഴുതേണ്ടത് കേട്ടോ. 1 ഇടുക, പിന്നെ 0 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? മിസ് ഒന്നുകൂടെ എഴുതുന്നുണ്ട് ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന എക്സസൈസ് ഒന്ന് നോക്കാം. നോക്കിയേ, എക്സസൈസ് ഇതിൽ നിങ്ങൾക്ക് ഓരോന്നും എഴുതിയിട്ട് പഠിക്കാം കേട്ടോ. ഓരോന്നിൻ്റെയും മുകളിലൂടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയം എഴുതി നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന്. വീണ്ടും ഇവിടെ എഴുതുന്നു, സ്വയം എഴുതി നോക്കുക. അതുപോലെ കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ എഴുതുക, സ്വയം എഴുതി നോക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് തരുന്ന വർക്ക്. ഇനി നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് ടാസ്ക് ആണല്ലേ. നോക്കിയേ, ദിയേ ഗയേ അങ്കോം കോ ശബ്ദോമേം ലിഖിയേ. ശബ്ദോമേം ലിഖിയേ, അതായത് ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഹിന്ദി ശബ്ദം എഴുതാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ട് എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നെടുത്ത ലെറ്റേഴ്സും നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ 7 എന്താ പറയുക? സാത്ത് എന്നാണല്ലേ. അപ്പോൾ ഇവിടെ സാത്ത് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, സാത്ത് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് 8ന് എന്ത് പറയും? ആർട്ട്. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നൗ അല്ലേ, നൗ സിമ്പിളല്ലേ. ഇനി എന്താണ്? ദസ്. ദസ്. ഇത്രയുമാണ് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? 1 to 10 വരെ എല്ലാവരും പഠിച്ചോ? നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റൂല്ലേ ഇത്. അപ്പോൾ ഓക്കെ അല്ലേ? 1 to 10 വരെ നമ്പേഴ്സ് ഗിനത്തി എല്ലാവർക്കും ഇനി അറിയാലോ. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ. ഇതെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ബൈ.